ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നലെ കുറച്ച് ക്രാബ് കിട്ടിയപ്പോൾ ഞാൻ ഗ്രീൻ മസാല ക്രാബ് ഉണ്ടാക്കി. അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു മീഡിയം സൈസ് ക്രാബാണ് യൂസ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ ആ പല്ലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഇടിച്ചു കൊടുക്കണം. എന്നിട്ട് വൃത്തിയായിട്ട് കഴുകണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് ഒരു വെള്ളം ഇതിട്ടിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വേവിക്കാം ഒരു 5 മിനിറ്റ്. അതെന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ആ മീറ്റ് ഉണ്ടല്ലോ അത് ഇളകി പോവാതിരിക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം കേട്ടോ. എത്രയാണ് നല്ലോണം എരിവ് വേണമെങ്കിൽ അത്ര എടുക്കാം. ഞാനൊരു 5-6 എടുത്താൽ പിന്നെ ഒരു 4 ചുവന്നുള്ളി ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക ജസ്റ്റ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ മല്ലി, പുതിന ഇത് ചേർക്കാം. പിന്നെ ഒരു ലൈം ജ്യൂസ്, ഞാനൊരു ഹാഫ് ലൈം അതൊന്ന് പിഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മല്ലിയും പുതിനയൊക്കെ നമ്മൾ പലതവണ കഴുകണം കേട്ടോ. നല്ലോണം കഴുകിയിട്ട് വേണം യൂസ് ചെയ്യാൻ. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് നമ്മുടെ ലൈം ജ്യൂസ് ഇതൊക്കെ ചേർത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ അരച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലുള്ള വെള്ളം ഉണ്ടല്ലോ അതും ഒരു പാനിലേക്ക് ഈ നമ്മുടെ ക്രാബ്സ് ചേർക്കുക, കുറച്ച് എണ്ണ ചേർക്കുക. എന്നിട്ട് നമ്മുടെ ക്രാബ്സ് അതിലേക്ക് ചേർത്തിട്ട് ഈ മസാല അരച്ച് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ കാസ്റ്റ് അയൺ പാനാണ് എടുത്തത്. എന്തോ ഇതിലൊന്ന് കുക്ക് ചെയ്ത് നോക്കാമെന്ന് തോന്നി. അപ്പോൾ സാധാരണ ഇതിലല്ല ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ക്രാബ്സൊക്കെ ഇട്ടിട്ട് മസാലയുടെ ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 5-10 മിനിറ്റ് വേവിക്കണം. അതൊന്ന് ജസ്റ്റ് ക്രാബ് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ചൊന്ന് മസാല പിടിക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കാം. ഇത് എൻ്റെ മദർ-ഇൻ-ലോൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആളെൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഓരോന്ന് പറഞ്ഞു തന്നുകൊണ്ട് എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കുക്ക് ചെയ്യാം. നേരത്തെ അരച്ച ഗ്രീൻ മസാല ഇല്ല, അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇടാം. എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ക്രാബ് ഞങ്ങൾ പല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രീൻ മസാലയാണ്. ഇനിയാണ് നമ്മൾ ഈ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കാം നമുക്ക്. ഇതിപ്പോൾ കുറേ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ആവശ്യത്തിന് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മസാലയും കൂടി കുക്കായി വരുന്നവരെ വെക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ഓണിയൻ ഉണ്ടല്ലോ, ഈ ഓണിയനിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് ചേർത്തു. പിന്നെ കുറച്ച് വെള്ളം ആവശ്യമെന്നും തോന്നിയപ്പോൾ ഈ കുറച്ച് മിക്സിയിൽ വെള്ളം കുറച്ചും കൂടി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ചേർത്തു. ഇനി ഇതൊന്ന് ഡ്രൈ ആയി വരുന്നവരെ കുക്ക് ചെയ്യണം. അപ്പോൾ പാൻ ചെറുതായി, ആക്ച്വലി വലിയ പാനാണ് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ വേറെയും ഉണ്ടായിരുന്നു ഉണ്ടാക്കാൻ, അപ്പോൾ ആ പാൻ ബിസി ആയിപ്പോയി. ക്രാബിൻ്റെ പല റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി മുൻപ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, വളരെ മുൻപ്. അപ്പോൾ അതിലേക്ക് ഞാനും കുറച്ച് സോയ സോസും കൂടി ചേർക്കാണ്. സോയ സോസ് ആക്ച്വലി ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ യൂസ് ചെയ്യും. പിന്നെ നേരത്തെ ആ ഉള്ളിയില്ലേ അതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ബാലൻസ് ചെയ്യണമെന്ന് തോന്നി, അമ്മയാണ് പറഞ്ഞത് കുറച്ച് പഞ്ചസാരയും കൂടി ഇടണമെന്ന്. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണത് ചേർക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനലിൽ വേറെയും വീഡിയോസും ഷോർട്സും ഒക്കെ ഉണ്ട്, എല്ലാം കാണാം. താങ്ക് യു സോ മച്ച്.
എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ.